ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും പ്രതി. 2025 ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോയ കേസിലാണ് PS പ്രശാന്തിനെയും ഭരണസമിതിയെയും പ്രതി ചേർത്തത്. തന്ത്രി കണ്ഠര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരും പ്രതികളാകും. PS പ്രശാന്തിനെതിരെ തെളിവുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. ഡി ബിനോയിയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ വിവരമാണ് പുറത്തേക്ക് വരുന്നത്. PS പ്രശാന്തിനെയും SIT പ്രതിപട്ടികയിലേക്ക് ചേർക്കുമ്പോൾ എന്താണ് കൂടുതൽ വിവരങ്ങൾ? മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെ 7 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് 2025 നടന്ന സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിപട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ വിശ്വാസവഞ്ചന, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. മാത്രവുമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് 2019 നടന്ന സ്വർണ്ണമോഷണം മറച്ചുവെക്കുന്നതിന് വേണ്ടി 2023 മുതൽ തുടങ്ങിയ ഒരു ഗൂഢാലോചനയാണ് 2025 നടപ്പിലാക്കിയതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും പ്രതിപട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പ്രതിപട്ടികയിൽ ആദ്യത്തെ പേരുകാരൻ മുരാരി ബാബു ആയിരുന്നു, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. പക്ഷേ അദ്ദേഹം മരിച്ചുപോയി. തൊട്ട് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ളവർ ഈ രണ്ടാമത്തെ പ്രതിപട്ടികയിലുമുണ്ട്. മാത്രവുമല്ല, 6ാമത്തെ ആളായിട്ടാണ് ഇതിൽ കണ്ഠര് രാജീവരെ ചേർക്കപ്പെട്ടിരിക്കുന്നത്. PS പ്രശാന്ത്, ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന അജികുമാർ, അതുകൂടാതെ തിരുവാഭരണം കമ്മീഷണർ റെജികുമാർ തുടങ്ങി ഉൾപ്പെടെയുള്ളവർ ആണ് ഈ പുതിയ കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, 2019 വലിയ തരത്തിലുള്ള ഒരു സ്വർണ്ണമോഷണം നടന്നിരുന്നു. അതായത് ഏകദേശം 1998 സ്വർണം പൂശിയതിന് ശേഷം ദ്വാരപാലക ശില്പത്തിന് മുകളിലുള്ള സ്വർണ്ണ തകിടുകൾ പുറത്തെടുത്തുകൊണ്ടുപോയി സ്വർണം പൂശിയിരുന്നു. അതിൽ നിന്നും സ്വർണം ഊറ്റിയെടുത്തതിന് ശേഷം പുതിയ സ്വർണം പൂശി അവിടേക്ക് കൊണ്ടുവയ്ക്കുകയായിരുന്നു. പക്ഷേ അതിൽ സ്വർണ്ണം കളവ് നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സ്വർണം എത്രമാത്രം കളവ് പോയി, അല്ലെങ്കിൽ ഈ പൂശിയിരിക്കുന്ന സ്വർണത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു മേന്മ എന്നിവ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റിസൾട്ട് കൂടി കാത്തിരിക്കുന്നു. അതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. പക്ഷേ ഈ 2019 നടന്ന സ്വർണ്ണക്കൊള്ളയിൽ നിന്നും വ്യത്യസ്തമായ തരത്തിൽ വലിയൊരു ഗൂഢാലോചന 2025 സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ അല്ലെങ്കിൽ 2019 പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നവരിൽ ഉൾപ്പെട്ടവർ കൂടി ഈ രണ്ടാമത്തെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ തന്ത്രി കണ്ഠര് രാജീവർ ഉൾപ്പെടെയുള്ളവർ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട്. കാരണം ഈ 2019 സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയപ്പോഴും അന്ന് തന്ത്രി കണ്ഠര് രാജീവരായിരുന്നു ചുമതലക്കാരൻ താന്ത്രിക വിദ്യയുടെ. 2025 താന്ത്രിക വിദ്യയുടെ ചുമതലക്കാരൻ തന്ത്രി കണ്ഠര് രാജീവരാണ്. അന്ന് ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു 2025 ആയപ്പോഴേക്കും എക്സിക്യൂട്ടീവ് ഓഫീസറായി. ഇത് കൂടാതെ റെജിലാൽ ഈ തിരുവാഭരണ കമ്മീഷണറാണ്. അദ്ദേഹം ആ സമയത്ത് തിരുവാഭരണ കമ്മീഷണറായി ചുമതല നോക്കുന്നു 2025. അങ്ങനെ തുടങ്ങി ചില ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് PS പ്രശാന്ത്, അഡ്വക്കേറ്റ് അജികുമാർ മെമ്പർ എന്നിവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിപട്ടിക, 7 പേരുടെ പ്രതിപട്ടികയാണ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നു. 2019 ഈ ചെമ്പുപാളികളിൽ സ്വർണം പൂശിയതിന് ശേഷം അത് 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്നായിരുന്നു അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഗ്യാരണ്ടിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായുള്ള ഒരു പ്രവർത്തനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും അത് ഈ സ്വർണം തട്ടിയെടുക്കാൻ തന്നെയാണ്. അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണം തട്ടിയെടുക്കലിന് ആ ഗൂഢാലോചനയിൽ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, അതുപോലെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ കൂടിയായ പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ളവർ പങ്കാളികളായി എന്ന് രണ്ടാമത്തെ കുറ്റപത്രത്തിലും പറയപ്പെടുന്നു. അങ്ങനെ വളരെ വിശദമായ ഒരു കുറ്റപത്രം കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് ഉടൻ കടക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ തന്ത്രി കണ്ഠര് രാജീവര്, മുരാരി ബാബു മരണപ്പെട്ടു പോയി, അദ്ദേഹത്തെ ഒഴിവാക്കും. അതേസമയം ഈ അജികുമാർ, അതുപോലെ തന്നെ
ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇവരൊക്കെ ഈ പുതിയ ആളുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ രണ്ടാം കക്ഷിയാണ്. അപ്പോൾ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് പിന്നീട് ജാമ്യം കിട്ടിയെ പുറത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇനി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുമോ അതോ മറ്റേ കേസിൽ നിന്ന് വ്യത്യസ്തമായി ചോദ്യം ചെയ്യലുകൾ നടത്തി വിശദമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം തൽക്കാലം കുറ്റപത്രമായി സമർപ്പിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ്. എന്നാൽ ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് രേഖകൾ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ PS പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമാണ്. അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. 2025 ഈ ദ്വാരപാലക ശില്പത്തിന് മുകളിലുള്ള സ്വർണം പൂശിയ ചെമ്പുപാളികൾ പുറത്തു കൊണ്ടുപോയത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരവും അദ്ദേഹത്തെ അറിയിച്ചതിന് ശേഷമാണ്. അതിനപ്പുറത്തേക്ക് ഒരു നടപടിക്രമങ്ങളും നടത്തിയിട്ടില്ല. ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തനിക്ക് ബന്ധമില്ല എന്നൊക്കെ തരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ശബരിമലയിൽ നിന്ന് ഒരു വസ്തു പോലും താൻ എടുത്തുകൊണ്ട് പോകാൻ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. എല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ അത് കോടതിയെ അറിയിച്ചതിന് ശേഷമാണ് എന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. അജികുമാറും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളതിനെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല തള്ളി പറയുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല. കോടതി നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ആരൊക്കെയാണ് പ്രതികളാകുന്ന കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമെടുക്കുക SIT തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ SITയുടെ നിലപാടുകൾ ലേക്ക് ഇടപെടാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആർക്കു വേണ്ടിയും സമ്മർദ്ദം ചെലുത്താനോ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പാണ്. 2019 ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ കുറ്റപത്രം തയ്യാറായെന്നും ആ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണപ്പാളികളിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണത്തിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ മേന്മ എന്നിവ പരിശോധിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും പ്രത്യേക ലാബിലാണ് നൽകിയിരിക്കുന്നത്. അത് തിരിച്ചു കിട്ടിയിട്ടില്ല. അതിൻ്റെ ഫലം കൂടി കിട്ടിയതിന് ശേഷം മാത്രമേ കുറ്റപത്രം നൽകാൻ കഴിയുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, മൊത്തം 3 കേസുകൾ 2019 സ്വർണ്ണപ്പാളിയും അതുപോലെ തന്നെ കട്ടളപ്പാളി വിവാദവും അതിന് തൊട്ട് പിന്നാലെ രണ്ടാമത്തെ 2025 കേസിൽ സ്വർണ്ണപ്പാളി വിവാദം, അങ്ങനെ 3 കേസുകൾ എടുത്തിരിക്കുന്നു. ഈ 3 കേസുകളിലും ഉണ്ണികൃഷ്ണ പോറ്റിയും കണ്ഠരര് രാജീവരും കക്ഷികളാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി കണ്ഠരര് രാജീവരെ സംബന്ധിച്ചോളം അദ്ദേഹം 45 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കോടതി ജാമ്യം നൽകിയിരുന്നു. അദ്ദേഹം അങ്ങനെയാണ് പുറത്തേക്ക് വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിരുന്നു. കാരണം കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിയപ്പോഴേക്കും കൊല്ലത്തെ പ്രത്യേക കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. കാരണം തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നായിരുന്നു അന്ന് കോടതിയുടെ പരാമർശം. പക്ഷേ ആ പരാമർശങ്ങൾ നീക്കണമെന്നും തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം അന്ന് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദ് ചെയ്തില്ല. പക്ഷേ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങുമോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങളാണോ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തോട് എത്രയും വേഗം കേസ് അന്വേഷണം പൂർത്തിയാക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കാനാണ് സാധ്യത. ശരി, വ്യക്തമാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.